പുതിയ ഒരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ്. മാതാപിതാക്കളാകട്ടെ ആശങ്കയിൽ. നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് അവരെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, വക്കീലാക്കണം തുടങ്ങിയ ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞ് അതും പോരാഞ്ഞ് അവരെ IAS-ഉം IPS-ഉം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളുടെ മാതാപിതാക്കൾ. അപ്രകാരം കുട്ടികളെ കൊണ്ട് അവർക്കെടുക്കാൻ പറ്റാത്ത ഭാരം എടുപ്പിക്കുന്നു. തൽഫലമായി ഈ കുട്ടി എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കാണണം. അറിയില്ല, വല്ലാത്തൊരു പയ്യനാ. സ്വന്തം അച്ഛനമ്മനെ ഒറ്റ വെട്ടിന് കൊന്നവനാ. അച്ഛനെ അമ്മയെ കൊന്നതല്ലേ തന്നെയാ വിധി. രാമൻകുട്ടിയെ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടിരിക്കുന്നു. എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? അമിതമായ സ്ട്രെസ്സ് അല്ലെങ്കിൽ സമ്മർദ്ദം കുട്ടികൾക്ക് മാതാപിതാക്കൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളിൽ സ്വാഭാവികമായിട്ടും അവരോടുള്ള ഒരു വിരോധം വളർന്നു വരാനിടയാവും. ആ വിരോധം തീർച്ചയായിട്ടും അവരിൽ അതിശക്തമായ ഒരു എതിർപ്പ് മാതാപിതാക്കളോട് അല്ലെങ്കിൽ ഒരു വെറുപ്പ് ഉണ്ടാക്കുകയും സ്വാഭാവികമായിട്ടും ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ട് മാതാപിതാക്കളെ വധിക്കാൻ വരെ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ഇന്നത്തെ സാഹചര്യത്തിൽ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ മാതാപിതാക്കൾ ബലപ്രയോഗത്തിലൂടെയും അടിച്ചും സമ്മർദ്ദം ചെലുത്തിയും കുട്ടിയുടെ മാനസിക നില തെറ്റിക്കുന്ന രീതിയിൽ അവരെ മറ്റു കുട്ടികളെപ്പോലെ മിടുക്കരാകണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവർ സ്വാഭാവികമായി നമ്മുടെ ശത്രുക്കളായി മാറുകയും അവർ മറ്റു കൂട്ടുകെട്ടിലേക്ക് പോയി ഭാവിയിൽ അവൻ ഒരു ആൻറ്റി സോഷ്യൽ ക്രിമിനലായി മാറാൻ സാധ്യതയാണ്. നമുക്ക് അവൻ്റെ അഭിരുചി മനസ്സിലാക്കി അവനോടൊപ്പം അവൻ്റെ നല്ലൊരു സുഹൃത്തായി, അമ്മയായി, അച്ഛനായി, കൂട്ടുകാരനായി നോക്കാൻ. കുടുംബവും കൂട്ടുകാരും സമൂഹവുമാണ് ഏറ്റവും നല്ല പാഠപുസ്തകം, അല്ലേ? എന്നാൽ നമുക്ക് തുടരാം.